ഒരിക്കലും മരിക്കാത്ത, വളരെ സജീവമായി എന്നും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന, ഒരുപക്ഷെ എപ്പോഴും മനുഷ്യവികാരങ്ങളെക്കുറിച്ച് മറയില്ലാതെ സ്വാഭാവികമായി അതിൻ്റെ ജൈവികമായ പ്രത്യേകതകളോടെ എല്ലാ മനുഷ്യരും സംസാരിച്ചു പോകുന്ന വേളയിലെല്ലാം ഓർക്കപ്പെടാറുണ്ട് മാധവിക്കുട്ടിയെ. കാരണം മനുഷ്യരൊക്കെയും എല്ലാത്തരം കൃത്രിമമായ ബോധ്യങ്ങളുടെയും പ്രദർശനങ്ങളുടെയും ഉള്ളിൽ വളരെ പച്ചയായ, വളരെ സ്വാഭാവികമായ, അവർക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒരു ഭാവമുണ്ട് എന്നുള്ളത് ആർക്കും തിരസ്കരിക്കാനാവുന്നതല്ല. അതിനെ പോളിഷ് ചെയ്ത് വളരെ കമനീയമാക്കി മറ്റാളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചങ്ങനെ ജീവിച്ചു പോകുന്നു എന്നതിനപ്പുറത്ത് ഉള്ളിലുള്ള നേരനുഭവങ്ങൾ, നേർവികാരങ്ങൾ ഇത് എങ്ങും പങ്കുവെക്കാൻ പോലും ആകാത്തവരുടെ കാലത്താണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. ഇത്രമേൽ പരിഷ്കൃതവും സുതാര്യവുമൊക്കെ ആയതിനു ശേഷവും വായനാ ദിനമല്ല, വായന ദിനമാണെന്ന്. ഈ ദിവസം നമ്മുടെ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വണ്ടൂർ വെള്ളൂർ UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് തയ്യാറാക്കിയ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കാണാനിടയായി. ആ ക്ലിപ്പിൻ്റെ സന്ദേശം, അതിൻ്റെ ആവിഷ്കാരം, അതിൻ്റെ നറേഷൻ, അവതരണം, അതിൽ അഭിനയിച്ച ആ മകളടക്കമുള്ളവർ വളരെ ഭംഗിയോടെ മനോഹരമായി അത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊന്ന് കേൾക്കുകയും മനസ്സിരുത്തി ബോധ്യപ്പെടേണ്ടതുമാണ്. ഞാൻ ശക്തി എന്ന ലോകം കരുതി, എല്ലാം സഹിക്കുന്നവളെന്ന്, എല്ലാം മനസ്സിലാക്കുന്നവളെന്ന്. പക്ഷേ ആരും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന്. ആരും ആരോടും അന്നും ഇന്നും ഒരിക്കലും ചോദിക്കാത്ത ചോദ്യങ്ങളിലൊന്നാണ്, എല്ലാ ചിരികൾക്കും അപ്പുറത്ത്, എല്ലാ അവതരണങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ കാണിപ്പിക്കലുകൾക്കും അപ്പുറത്ത് എന്താണ് യഥാർത്ഥ ആളെന്ന്, ആ ആളിന് വേദനിക്കുന്നുണ്ടോ എന്ന്, ആ ആളിൻ്റെ വികാരങ്ങൾ എന്താണെന്ന്. സ്നേഹത്തിനായി ഞാൻ എന്റെ സ്വപ്നങ്ങൾ നിശബ്ദമാക്കി, എന്റെ ആഗ്രഹങ്ങൾ മടക്കി വെച്ചു. എന്റെ കണ്ണീർ രാത്രികളോട് മാത്രം പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഞാൻ ഉണ്ടായപ്പോൾ എനിക്ക് വേണ്ടി ഒരാളും ഉണ്ടായില്ല എന്ന സത്യം ഇന്നും എന്റെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിലുള്ള മുറിവാണ്. സത്യമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി എല്ലാം പറയുന്ന ഒരാൾ ചിലപ്പോഴൊക്കെ വിചാരിച്ചു പോകാറുണ്ട്, ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് വേണ്ടി മാത്രം എൻ്റെ വേദന എന്താണെന്നറിയാൻ ഒരാളുണ്ടായിരുന്നില്ലല്ലോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും, ഇനിയും കടന്നു പോകുമെന്ന് ആർക്കും വിശ്വസിക്കാനാവില്ല. ആഴത്തിലുള്ള മുറിവാണ്. ഒരാളുടെ യഥാർത്ഥ ലോകം അയാളുടെ പുറത്തു കാണുന്ന ലോകമല്ല, അയാളുടെ അകത്തുള്ളതും തികച്ചും അനന്തമായതുമായ ലോകമാണത്. അവനവനിൽ കൂടി സഞ്ചരിക്കുവാൻ പുറപ്പെട്ട ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. എന്റെ കഥ അത്തരത്തിലുള്ള ഒരു യാത്രയാണ്. നിങ്ങൾക്ക് പഴിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് അത് വായിക്കാം, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളറകളിലൂടെ വായിക്കാം. എന്റെ വഴി അറ്റമില്ലാത്തതാണ്, അത് നീണ്ട് നീണ്ട് കിടക്കുന്നു. അതെ, വളരെ മനോഹരമായ, ലളിതസുന്ദരമായ ആവിഷ്കാരവും അവതരണവും. അഭിനന്ദനങ്ങൾ ഈ ആശയത്തിനും അത് യാഥാർത്ഥ്യമാക്കിയവർക്കും.